യേശുവിലേറ്റവും സ്നേഹമുള്ളവരെ, ഏവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നേരുകയാണ്. കൊച്ചുകുഞ്ഞ് ഉപദേശി തൻ്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ ആ മകനെ എടുത്ത് തൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ട് അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ജീവിതം പലപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നത് സങ്കടങ്ങളിൽ നിന്നാണ്. ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ പല പാഠങ്ങളും പഠിക്കുന്നത്. ശ്രീബുദ്ധൻ പറയുന്നത് ഇപ്രകാരമാണ്: ഈ ലോകത്തിലെ മനുഷ്യർ ഒഴുക്കിയ കണ്ണുനീരെല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ ഈ കടലിനേക്കാൾ അത്രമാത്രം വിശാലമായിരിക്കും മനുഷ്യർ ഒഴുക്കിയ കണ്ണുനീരെന്നാണ് ശ്രീബുദ്ധൻ പറയുക. അത്രമാത്രം കണ്ണുനീര് മനുഷ്യൻ ഒഴുക്കിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴും, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോഴും, ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ വരുമ്പോഴും ഒക്കെ നമ്മൾ ഒഴുക്കുന്നത് കണ്ണീരാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഭൂമിയിലെ 3 ഭാഗം വെള്ളവും 1 ഭാഗം കരയുമാണ്. അപ്പം കരയെന്ന് പറയുന്ന സന്തോഷം പോലെയാണ്. വല്ലപ്പോഴും ഒരു ആത്മമിത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു വിരുന്നുകാരനായിട്ടോ പലപ്പോഴും സന്തോഷം കടന്നു വരാറുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ 3 ഭാഗവും വെള്ളം പോലെ ജീവിതത്തിലെ കണ്ണുനീരാണ്. മനുഷ്യൻ്റെ ജീവിത സങ്കടമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ മറ്റു 3 ഭാഗം. അപ്പോൾ അതുകൊണ്ട് ഈ സങ്കടം ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിതത്തിലെ പാഠങ്ങൾ പഠിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ നേർവഴിയിലൂടെ പോകുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ ഈ സങ്കടം തീർച്ചയായിട്ടും അവൻ്റെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് തളർന്ന് അവശരാവേണ്ട കാര്യമില്ല. നദി ഒഴുകുന്നത് പോലെ സങ്കടം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ജീവിതത്തിൽ ഈ സങ്കടം ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് വിരുന്നുകാരനെ പോലെ വരുമ്പോൾ അത് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് പരിതപിക്കാതെ അത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ച് അത് ഒഴുകട്ടെ. തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു: സന്തോഷിപ്പിൻ, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. അതുകൊണ്ട് ജീവിതത്തിൽ സങ്കടങ്ങളെക്കുറിച്ച് ഓർത്ത് തളർന്നു പോകാതെ, അതിനെക്കുറിച്ച് ഓർത്ത് തളർന്നു വീഴാതെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൽ സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് തളർന്നു പോകാതെ നിന്നിൽ ശരണം പ്രാപിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.